നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഈ പറഞ്ഞതിലൊരു പരാതിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അധികം വൈകാതെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് ഇവനെ അങ്ങ് കെട്ടിച്ചു വിടണം. എന്നിട്ട് അവളും കൂടി ഇവിടെ വന്ന് നിൽക്കട്ടെ. അവന്റെ ഒരു ചിരി കണ്ടോ? നമുക്ക് പരിഹരിക്കാടാ. പിന്നെ രഘുവേട്ടാ, എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടോ? നമ്മുടെ ഒരു ബന്ധുബലം വെച്ച് എല്ലാവരെയും വിളിച്ച് കല്യാണം നടത്തുക എന്ന് പറഞ്ഞ വല്ലാത്തൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടാവും. അതിന്റെ കൂടെ രഘുവേട്ടന്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരും. അതിനെന്താടോ? നമുക്ക് അതിനുള്ള ശേഷിയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. നിത്യയുടെയും അച്ഛന്റെയും കാര്യമാ. നമ്മളീ അളവിൽ കവിഞ്ഞ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോ ചിലപ്പോ അവരുടെ മനസ്സൊന്ന് വേദനിക്കും. അത്രത്തോളം എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരും. അതുകൊണ്ട് അത്യാവശ്യം ബന്ധുക്കൾ, വളരെ ചുരുക്കം അയൽവാസികൾ, അങ്ങനൊന്ന് ചുരുക്കാം നമുക്ക് ഈ ചടങ്ങ്. അതെന്താ അമ്മ? ഇപ്പോ നിത്യ ഇങ്ങോട്ട് കയറി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ കല്യാണാവുമ്പോ നമുക്ക് നാടടച്ചു വിളിക്കാം. അല്ലേ രഘുവേട്ട? കറക്റ്റ് തീരുമാനോട് താൻ പറഞ്ഞത്. പക്ഷേ അതേക്കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചില്ല. അല്ല, തമ്മില് നമ്മുടെ കൂട്ടത്തിരുന്നാലും ചിന്തമഴും നിത്യമോളെ കുറിച്ചാണല്ലോ. ആഹാ, ഇത് സുധിയെ വിളിക്കുന്നത് നിത്യയുടെ വീട്ടിൽ നിന്ന്. അവിടെ ഇതൊക്കെ തന്നെയായിരിക്കുമല്ലേ പരിപാടി? ഹലോ സുധി, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടല്ലോ. തനിച്ചാണോ? അല്ല, ഞങ്ങളിവിടെ കല്യാണം വിളിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം നടക്കണോ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്. അച്ഛാ, ഞാനിപ്പോ വരാം. അളിയനും ഇപ്പൊ നല്ല കമ്പനിയല്ലേ? ആ, അത് അവൾക്കെങ്ങ് നടക്കട്ടെ. ശ്രുതി, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് നിഷേധിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ചേച്ചി ഒരു അപകടത്തിൽപ്പെടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കും നീ കരുതിയോ? സുധി, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല. ഇനി ഞങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കാനുമില്ല. സുധി ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. ഞാനും അച്ഛനും നിങ്ങളുടെ വീടിനടുത്തുള്ള ജംഗ്ഷൻ എടുത്തിപ്പുണ്ട്. താൻ വാ, നേരിട്ട് സംസാരിക്കാം. ഞാനിപ്പോ തന്നെ വരാം. എന്താ സുജാതെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മേ, സുധിയുടെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. വൈകൂടാ നീ? ഇല്ല, ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് വരാം. അയ്യാ, ഞാൻ കൂടെ വരാം. വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.